നിമിഷപ്രിയ കേസിൽ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോമിനെതിരെ ഗുരുതര ആരോപണവുമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഹ്ദി. സാമുവൽ ഈ കേസിൽ ഇതുവരെ കാര്യമായ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല. സാമുവൽ ജെറോം അഭിഭാഷകനല്ല. പ്രതിയുടെ കുടുംബത്തിന്റെ യമനിലെ പ്രതിനിധിയായ പവർ ഓഫ് അറ്റോർണി ഉള്ള ആൾ മാത്രമാണ്. ഞങ്ങളുടെ സഹോദരന്റെ രക്തത്തിൽ സാമുവൽ ജെറോം വ്യാപാരം നടത്തുകയാണെന്നും അബ്ദുൾ മഹ്ദി ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. അനൽക സെയ്ദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അനൽക, മരണത്തെ വിറ്റ് കാശാക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. എന്താണ് തലാലിന്റെ സഹോദരൻ സാമുവൽ ജെറോമിനെതിരെ ആരോപിക്കുന്നത്? സാമുവൽ ജെറോമിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരൻ കൂടിയായിട്ടുള്ള അബ്ദുൽ ഫത്താഹ് മഹദി രംഗത്ത് വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ, വധശിക്ഷ നീട്ടിവെച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ അവകാശവാദ തർക്കങ്ങളൊക്കെ തന്നെ സാമുവൽ ജെറോം നടത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. കേസിലെ അഭിഭാഷകൻ എന്ന നിലയിലായിരുന്നു സാമുവൽ ജെറോം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. എന്നാൽ സാമുവൽ ജെറോം അഭിഭാഷകനല്ലെന്നും പ്രതിയുടെ കുടുംബത്തിന്റെ യമനിലെ പ്രതിനിധിയുടെ പവർ ഓഫ് അറ്റോർണി മാത്രമുള്ള ഒരാൾ മാത്രമാണെന്ന കാര്യമാണ് ഈ തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ സാമുവൽ ഇതുവരെ ഈ കേസിൽ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല. അതായത് ഇതിന്റെ മോചനശ്രമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു ഇടപെടലും കുടുംബവുമായോ അല്ലെങ്കിൽ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായോ ഭരണകൂട പ്രതിനിധികളുമായോ അത്തരത്തിലൊരു ഇടപെടൽ അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന കാര്യമാണ് ഈ അബ്ദുൽ ഫത്താഹ് മഹദി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്നേ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് കുടുംബങ്ങളെ ബന്ധപ്പെടുകയോ വിളിക്കുകയോ ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലും ഉണ്ടായിട്ടില്ലെന്നും മഹദി പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സാമുവൽ ജെറോമിന് ആദ്യമായി ഈ തലാലിന്റെ സഹോദരൻ കാണുന്നത് യമൻ പ്രസിഡന്റ് വധശിക്ഷ വിധിച്ച ശേഷം സനയിൽ വെച്ചാണ് ഇത്തരത്തിൽ ആദ്യമായി സാമുവലിനെ കാണുന്നതും. അപ്പോൾ സന്തോഷവാനായ എന്നോട് അദ്ദേഹം അഭിനന്ദനങ്ങളെന്നും പറഞ്ഞു എന്നുമാണ് മഹദി ആരോപിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കൗൺസിൽ തുടക്കത്തിൽ സാമുവൽ ജെറോമിനെതിരെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ആരോപണങ്ങൾ, ക്രമക്കേട് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ മോചനശ്രമങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ $44,000 ഈ അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട്. ഇതുമായി വിശദീകരണം ചോദിച്ച സമയത്ത് അദ്ദേഹം ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് അടിക്കുമായിരുന്നു എന്ന് അന്ന് ഈ ലീഗൽ ഹെഡും കൂടിയായിട്ടുള്ള ആക്ഷൻ കൗൺസിലിന്റെ ലീഗൽ ഹെഡ് കൂടിയായിട്ടുള്ള സുഭാഷ് ചന്ദ്രൻ ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവസാനം ഞങ്ങളുടെ സഹോദരൻ രക്തത്തിൽ അവൻ വ്യാപാരം നടത്തുകയാണെന്നും മഹദി ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സാമുവൽ ജെറോമിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും. അതോടൊപ്പം തന്നെ ഈ സാമുവൽ ജെറോമിനെ തലാൽ മഹദിയുടെ സഹോദരൻ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവെച്ച 3 ഭാഷകളിൽ പങ്കുവെച്ച പോസ്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് അറബിയിലും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷും മലയാളത്തിലും അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള കുറിപ്പിലുമാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നത്. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കാലങ്ങളായി ഈ സാമുവൽ ജെറോമിനെതിരെ സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരണം ചോദിച്ച സമയത്തൊക്കെ തന്നെ അദ്ദേഹം അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോകുന്ന ഒരു സമീപനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ഉൾപ്പെടെ മാധ്യമങ്ങളുടെ അടുത്ത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ സാമുവൽ ജെറോം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിറഞ്ഞു നിന്നിട്ടുള്ളത് ഈ പ്രതിയുടെ, അതായത് നിമിഷപ്രിയയുടെ അഭിഭാഷകൻ എന്ന ലേബലിലാണ് അദ്ദേഹം ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. ഇതുമായി പൂർണ്ണമായിട്ടും തള്ളുന്ന ഈ സാമുവൽ ജെറോമിന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുന്നതാണ് ഈ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഇപ്പോൾ FBയിൽ പങ്കുവച്ച കുറിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിനിൽ, അനൽക, അതായത് അവിടെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നിയോഗിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ആളെയാണ് പൂർണ്ണമായി ആ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗം തള്ളിയിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഈ തലാലിന്റെ സഹോദരനാണ് ഏറ്റവും പ്രധാനമായും വധശിക്ഷ നടപ്പാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. ബ്ലഡ് മണി വാങ്ങുന്നതിന്, ദിയാധനം വാങ്ങുന്നതിനെതിരായി നിൽക്കുന്നതും ഈ തലാലിന്റെ സഹോദരനാണ്. അതിൻ്റെ അവരുടെ ഇമോഷണൽ പശ്ചാത്തലം ഉൾപ്പെടെ അയാൾ കുടുംബാംഗങ്ങൾക്കിടയിലേക്ക് അത് സ്വീകരിക്കരുത് എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തി തന്നെ അവിടെ മധ്യസ്ഥ ശ്രമത്തിന് നേതൃത്വം നൽകുന്ന നിമിഷപ്രിയയുടെ ഭാഗത്തുള്ള ആൾക്കെതിരെ രംഗത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അത് മധ്യസ്ഥ ചർച്ചകളെയല്ലേ ആകെ തുകയെ ബാധിക്കുക?
ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ